സമാധാന ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. വീണ്ടും ഭീഷണിയുടെ സ്വരം ഉയർത്തുകയാണ് ട്രംപ്. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്നും അത് തടയുമെന്നും അമേരിക്ക ആവർത്തിക്കുന്നു. സമാധാന കരാറിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ, കരാറിൽ ഒപ്പിടാൻ തയ്യാറായാൽ ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒപ്പം നിൽക്കുമെന്നും അമേരിക്ക. അതേസമയം ഇസ്ലാമാബാദിൽ നിശ്ചയിച്ച രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കില്ലെന്ന് ഇറാൻ. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയോ? സമാധാന ചർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ആരാണ്? ഇന്ത്യ ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ബിയോണ്ട് ദി ബോർഡേഴ്സ് പരിശോധിക്കുന്നു. ഫെബ്രുവരി 28-നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ച തുടരുന്നതിനിടെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനു നേരെ സംയുക്ത ആക്രമണത്തിന് തുടക്കമിടുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകളെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കി. വ്യോമഗതാഗതം വരെ താളം തെറ്റി. ഇസ്രയേലിലേക്കും ഇറാൻ മിസൈലുകൾ അയച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കമ്പനികളിലേക്കും ആക്രമണം അഴിച്ചുവിട്ടു. പിന്നാലെ കര-വ്യോമയുദ്ധം ഹോർമുസിലേക്കും വ്യാപിച്ചു. ഇത് ആഗോള എണ്ണച്ചരക്ക് വ്യവസായത്തെ അവതാളത്തിലാക്കി. ലോകത്തേക്കുള്ള ആഗോള എണ്ണയുടെ 20% ഹോർമുസ് വഴിയാണ് കടന്നുപോകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന് വ്യക്തമായ സ്വാധീനമുണ്ടതാനും ഇന്ത്യയെയും ഇത് സാരമായി ബാധിച്ചു. ഇന്ത്യയിലേക്കുള്ള 90% LPG-യും ഹോർമുസ് വഴിയാണ് എത്തിയിരുന്നത്. രാജ്യത്തെ LPG പ്രതിസന്ധി മുന്നിൽ കണ്ട സർക്കാർ മുൻകരുതൽ എന്നോണം LPG-യുടെ ഗാർഹിക ഉപയോഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് രാജ്യത്ത് അവശ്യ സാധന നിയമം കൊണ്ടുവന്നു. ഹോട്ടൽ, റെസ്റ്റോറന്റ് വ്യാപാരത്തെയും ചെറുകിട ടീ ഷോപ്പുകളെയും ഇത് ബാധിച്ചു. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ടി വന്നു. ഭക്ഷണ സാധനങ്ങൾ വെട്ടിക്കുറച്ചു. ഹോസ്റ്റലുകളും മറ്റും താൽക്കാലിക അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആശങ്കാജനകമാണെന്നും ഏത് പ്രതിസന്ധിയും നേരിടാൻ രാജ്യം തയ്യാറാകണമെന്നുമാണ് പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ പറഞ്ഞത്. ആഗോള എണ്ണയുടെ 1/5 നിർണായക സമുദ്ര ചോക്ക് പോയിന്റായ ഹോർമുസിൽ കൂടിയാണ് കടന്നുപോയിരുന്നത്. ഇതോടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇന്ധനം സംരക്ഷിക്കുന്നതിനായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ബദൽ മാർഗങ്ങൾ തേടുകയും ചെയ്തു. അതിന്റെ പരിണിത ഫലം മാർക്കറ്റിലും ദൃശ്യമായി. എണ്ണ മാത്രമല്ല ഇന്ത്യയുടെ പ്രശ്നം. ഇന്ത്യൻ കാർഷിക മേഖലയും ഹോർമുസിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലേക്കുള്ള യൂറിയ, അമോണിയ തുടങ്ങിയവ പ്രധാനമായും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്, അതായത് ഹോർമുസ് വഴി. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഫോസ്ഫേറ്റിക് വളത്തിനായും ഇന്ത്യ പൂർണ്ണമായും ഇറക്കുമതി ആശ്രയിക്കുന്നു. ഈ വരുന്ന കാർഷിക സീസണിന് ആവശ്യമായ വളം നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും സംഘർഷം നീണ്ടുപോയാൽ ഭാവിയിൽ ഇതിന് ക്ഷാമമുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കൂടാതെ വിതരണ ശൃംഖലയിലെ ചരക്ക് നീക്കം വൈകുന്നതും ഇന്ത്യൻ മാർക്കറ്റിലും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാർഷിക രംഗം ചെലവേറിയതാകാൻ ഇത് കാരണമാകുന്നു. കൃഷിയിൽ ചെലവ് കൂടുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമായേക്കും. വളം സബ്സിഡിക്കായി കൂടുതൽ തുക വകയിരുത്തി പ്രശ്നത്തെ തൽക്കാലം ലഘൂകരിക്കാനാകുമെങ്കിലും ധനക്കമ്മി കൂടാൻ ഇത് കാരണമാകും. ഇന്ത്യയിൽ നിന്നുള്ള അരി, ചായ, പഞ്ചസാര എന്നിവയുടെ പ്രധാന വിപണിയും ഗൾഫ് രാജ്യങ്ങൾ തന്നെ എന്നതും ആശങ്കയുടെ ആക്കം കൂട്ടുന്നു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചും ഇറക്കുമതിക്കായി കൂടുതൽ രാജ്യങ്ങളെ ആശ്രയിച്ചും പരിഹാരം കാണാവുന്നതാണ്. 39 ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം ഏപ്രിൽ 8-നാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. അതും 14 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 22 വരെ. ഹോർമുസ് തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാൻ നാഗരികത അപ്പാടെ ഇല്ലാതാകുമെന്ന് ട്രംപിന്റെ ഭീഷണിക്കിടെയായിരുന്നു വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകൾ തുറന്നു വന്നത്. ബോംബിട്ടാൽ തകരുന്നതല്ല നാഗരികതകൾ എന്ന് ഇറാനും മറുപടി നൽകി. അമേരിക്ക തങ്ങളുടെ പവർ പ്ലാന്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ചാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ എല്ലാ US സഖ്യകക്ഷികളുടെയും ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ഇറാൻ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. സമയം തീരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇരു കൂട്ടരും 2 ആഴ്ചത്തേക്ക് സംഘർഷം ഒഴിവാക്കാമെന്ന ധാരണയിലെത്തിയത്. ഹോർമുസ് താൽക്കാലികമായി തുറക്കുമെന്ന് ഇറാനും സമ്മതിച്ചു. താത്കാലിക വെടിനിർത്തലിനുമപ്പുറം ശാശ്വതമായ പ്രശ്നപരിഹാരത്തിനുള്ള പദ്ധതി ചർച്ച ചെയ്യുമെന്ന് ഇരു കൂട്ടരും സമ്മതിച്ചു. പക്ഷേ യുദ്ധസമാന അന്തരീക്ഷം മാറിയെങ്കിലും മേഖലയിൽ സംഘർഷം തുടർന്നു, പ്രത്യേകിച്ച് ഹോർമുസിൽ. സംഘർഷം മുറുകിയതോടെ ഇറാൻ വീണ്ടും ഹോർമുസ് അടച്ചു. ഇറാന് മുന്നിൽ വെച്ചിരിക്കുന്ന വളരെ ന്യായവും യുക്തിസഹവുമായ കരാർ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനിലെ ഓരോ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പുകളിലൊന്ന്. ഏപ്രിൽ 11-ന് പാകിസ്ഥാനിൽ നടന്ന ചർച്ച പരാജയപ്പെടാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ചാണ്. യുദ്ധം ആരംഭിച്ചതും അതിനെ ചൊല്ലി തന്നെയായിരുന്നല്ലോ. കഴിഞ്ഞ 30 വർഷക്കാലമായി ഇതേ ചൊല്ലി ഇരു കൂട്ടർക്കുമിടയിൽ സംഘർഷം തുടങ്ങിയിട്ട് ചർച്ചകൾ പലവൂര് നടന്നു.
ഹോർമുസ് ആണ് രണ്ടാമത്തെ കാരണം. ഒരു വശത്ത് ഇറാൻ തങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഒഴിവാക്കാനുള്ള ഉപാധിയായി ഹോർമുസിനെ ഉപയോഗിക്കുന്നു. മറുവശത്ത് മേഖലയിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അമേരിക്ക. എന്നാൽ തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ നീക്കുകയും ആണവ അവകാശങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവൂ എന്ന് ഇറാനും. ഇറാന്റെ തുറുപ്പുചീട്ടാണ് ഹോർമുസ്. ചർച്ചയിൽ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തുറുപ്പുചീട്ട്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾക്ക് അമേരിക്ക ഉറപ്പു നൽകണം. ഇനി അങ്ങോട്ട് ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുക, രാജ്യത്തിനു മേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശങ്ങൾ അംഗീകരിക്കുക എന്നിവ അതിൽപ്പെടുന്നു. തങ്ങളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലും സുരക്ഷാ ഭീഷണിയിലും പരിഹാരം കാണാൻ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം സഹായിക്കുമെന്നാണ് ഇറാന്റെ വിശ്വാസം. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ പുറത്തു പോകാതിരിക്കാൻ അമേരിക്ക കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള മറ്റു രാജ്യങ്ങളുടെ കപ്പൽ ഗതാഗതം തടയുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്കുള്ള കപ്പലിന് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തത് സ്ഥിതിഗതികൾ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെടിനിർത്തൽ മാത്രം പോരാ, തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ചുറ്റും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ കപ്പലുകൾ കടത്തിവിടൂ എന്നാണ് ഇറാന്റെ പുതിയ നിലപാട്. ഇന്ത്യയെ പോലെ തന്നെ ചൈനയിലേക്കുള്ള കപ്പലുകളും തടയപ്പെടുന്നുണ്ട്. ഇത് പ്രശ്നത്തെ ഒരു ആഗോള പ്രതിസന്ധിയാക്കി മാറ്റുന്നു. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ ഇരുവർക്കുമിടയിലെ കടൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നും തോന്നുന്നില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് ചുരുക്കം. അടിസ്ഥാനപരമായി അമേരിക്കയും ഇറാനും ചർച്ചയിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ശേഷം ആരാണ് ഇവിടെ വിജയിച്ചത് എന്നതിലെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഇരുവരുടെയും ശ്രമങ്ങൾ സമാധാന ചർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നു. ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും തങ്ങളെ ആക്രമിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ശക്തമായ ഒരു കരാറാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ ആവശ്യം അംഗീകരിച്ചാൽ അത് തങ്ങളുടെ പരാജയമായി കാണുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങിയെന്ന് വരുത്തി തീർക്കാനാണ് അമേരിക്കയ്ക്ക് താല്പര്യം. ട്രംപ് ഇറാന്റെ രഹസ്യമായ ചർച്ചാ നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയത് ഇറാനെ പ്രകോപിപ്പിച്ചു. തങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണെന്ന് തോന്നിപ്പിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിക്കും. അതിനാൽ അവർ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു. പരസ്പര വിശ്വാസമില്ലായ്മയും സോഷ്യൽ മീഡിയ വഴിയുള്ള നയതന്ത്രവും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.